ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിലുള്ള കേസരി കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുന്നുണ്ട് ശാസ്ത്രമംഗലത്ത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പറവൂരിലെ കേസരി കോളേജിലെ പോളിംഗ് ബൂത്തിൽ നിന്നും തത്സമയം കാണുന്നത്. ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നേതാക്കളൊക്കെ ഒരുപക്ഷെ വടക്കേ കേരളത്തിലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് അങ്ങനെ കേരള സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും എന്നാണ് നേരത്തെ പ്രതികരണം നടത്തിയത് കെ പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ ഒക്കെ. ഇപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാണ്. പലയിടങ്ങളിലും പ്രായമേറിയ മനുഷ്യർ, വയോധികരായിട്ടുള്ള വോട്ടർമാരൊക്കെ രാവിലെ ശാരീരിക ആവശ്യതകളൊക്കെ മറന്ന് വോട്ട് രേഖപ്പെടുത്താനായിട്ടെത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരിടത്തു നിന്നും ഈ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് പത്തനംതിട്ടയിൽ ചെറുകോൽപ്പുഴയിലെ പഞ്ചായത്ത് വാർഡ് 1 ഒരു വോട്ടിംഗ് യന്ത്രത്തിന് ചെറിയൊരു തകരാറുണ്ട്. ചെറുകോൽ ഗവൺമെന്റ് UPSലെ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം. പ്രതിപക്ഷ നേതാവ് പറവൂരിൽ കേസരി കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ കേസരി കോളേജിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ വിരലടയാളം ഉയർത്തിക്കാട്ടുന്നു. ജനവിധി രേഖപ്പെടുത്തിയതിനു ശേഷം നേതാക്കൾ നല്ല ഐതിഹാസികമായൊരു തിരിച്ചുവരവ് UDFൻ്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ഇന്നലെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് UDFൻ്റെ പ്രവർത്തകരെല്ലാം. ജനങ്ങൾ UDFൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണമോഷണം ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഗവൺമെൻറ് അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു. പക്ഷേ SITയുടെ മീതെ SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി. കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാൻ. ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല, കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്കെതിരായി UDF അവതരിപ്പിച്ച കുറ്റപത്രം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട്. രണ്ടാമത്തെ വിഷയം, ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം UDF നടത്തിയിരുന്നു. ഞങ്ങൾ ടീം UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നല്ല വിജയമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചന സ്വാഭാവികമായിട്ട് ഇതിൻ്റെ 2ൻ്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 20-ൽ 18 സീറ്റും ലഭിച്ചതാണ്. ഈ ഇലക്ഷൻ്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്. പക്ഷേ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കൊച്ചി കോർപ്പറേഷൻ ചുമതല പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഏറ്റെടുത്തായിരുന്നു. എന്താണ് കോർപ്പറേഷൻ്റെ ഒരു അവസ്ഥ? അല്ല, കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് UDFന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിലൊരു എഡ്ജുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും. ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും. എല്ലാ രംഗത്തും UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്.